ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൈസൂർ സൂവിലെ കാഴ്ചകളുടെ അവസാന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതുപോലെ തന്നെ സത്യം വളരെയധികം സന്തോഷത്തോടു കൂടി ഓടി നടന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളമാണ് ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തത്. ശരിക്കും ഒരു 1.5 മണിക്കൂറോളം മതി നമുക്ക് ആ സൂ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഇത്ര സമയം എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്തിക്ക് കുറേ നേരം ഓരോന്നിനെയും കാണണം. അതായത് ഇപ്പോൾ അവൻ ടൈഗറിനെ കണ്ടു, കുറച്ച് മുന്നോട്ടേക്ക് നടന്നു പോയി, വീണ്ടും അവൻ ആ ടൈഗറിനെ കാണാൻ ചെല്ലും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട വന്നത്. സാത്തിക്കിനോട് എവിടെയെങ്കിലും പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയും എനിക്ക് സൂവിൽ പോകണമെന്ന്. ആദ്യമായിട്ട് അവനെ നമ്മൾ സൂവിൽ കൊണ്ടുപോയ ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഇന്നും അവൻ്റെ മുഖത്ത് ഒട്ടും കുറവില്ലാതെ അതിലൊരു പടി കൂടിയിട്ട് തന്നെ കാണാനുള്ളൂ. അതിന് കാരണം എന്താണെന്ന് അവനോട് ചോദിച്ചാൽ അവൻ പറയും എനിക്കതിനെ ഇഷ്ടമാണ്. അത് തന്നെയാണ് അതിൻ്റെ കാരണവും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലേ, ഓരോ ആരാധനയാണ്. ചിലർക്ക് സിനിമാ നടിമാരെയും നടന്മാരോടും ആയിരിക്കും ആരാധന ഉണ്ടാവുക, ചിലർക്ക് ഗായകരോടായിരിക്കാം, ചിലർക്ക് വാഹനങ്ങളോടായിരിക്കാം. അങ്ങനെ സാത്തി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആനിമൽസിനെ ആയിരിക്കും. അതിൻ്റെ ഒരു കാരണം അവൻ കാണുന്ന വീഡിയോസാണ്. അതായത് അവൻ അധികവും കാണാറുള്ള വീഡിയോസ് ഈ ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. അതിൻ്റെ സൗണ്ടും കാട്ടിലെ അവരുടെ ജീവിതവും അവർ ഇടപിടിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും അവൻ കാണാറ്. അതുകൊണ്ടായിരിക്കാം എന്നും വീഡിയോയിൽ കാണുന്ന ആനിമൽസിനെയൊക്കെ നേരിട്ട് കാണുമ്പോൾ എപ്പോഴും ഒരേപോലെ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും അവനിലുള്ളത്. അതൊക്കെ പോട്ടെ, നമ്മളൊരു വഴിക്ക് പോയാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അങ്ങനെ ഞാൻ മനസ്സിലാക്കി വെച്ച കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാം. പലർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കാം, എന്നാലും അറിയാത്ത ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാമല്ലോ. മൈസൂർ സൂ എന്നറിയപ്പെടുന്ന സൂവിൻ്റെ യഥാർത്ഥ നാമം ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്നാണ്. മൈസൂരിലെ 23ാം മഹാരാജാവായിരുന്ന ചാമരാജ വാഡിയാർ 10ാമൻ്റെ സ്വകാര്യ മൃഗശാലയിൽ നിന്നാണ് മൈസൂർ സൂ ഉണ്ടായത്. രാജാവിൻ്റെ സ്വകാര്യ മൃഗശാലയായതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ സൂ അറിയപ്പെട്ടിരുന്നത് പാലസ് സൂ എന്നാണ്. 1892 പാലസ് സൂ സ്ഥാപിച്ചത്. 1909 ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്ന് പേരുമാറിയത്. സ്ഥാപിക്കുമ്പോൾ 10.9 ഏക്കർ വിസ്തൃതിയായിരുന്നെങ്കിൽ ഇന്നത് 157 ഏക്കർ വിസ്തൃതിയാണ്. 1948 മൃഗശാലയുടെ നടത്തിപ്പ് പൂർണ്ണമായും മൈസൂർ സർക്കാരിന് കൈമാറി. 30-ലധികം രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 168 സ്പീഷീസുകളിൽപ്പെട്ട 1450-ലധികം മൃഗങ്ങൾ നിലവിൽ സൂവിലുണ്ട്. ഇതാണ് നമുക്ക് സൂവിനെ കുറിച്ചുള്ള പ്രാഥമികമായൊരു അറിവ്. ഇനി സൂവിൻ്റെ വർക്കിംഗ് ടൈമും കാര്യങ്ങളും പറയാം. മൈസൂർ സൂവിലേക്ക് പോകുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് ചൊവ്വ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും മൈസൂർ സൂ പ്രവർത്തിക്കുന്നതായിരിക്കും. രാവിലെ 8:30 മുതൽ 5:30 വരെയാണ് അവരുടെ പ്രവർത്തന സമയം. ടിക്കറ്റ് റേറ്റിലേക്ക് വരികയാണെങ്കിൽ മുതിർന്നവർക്ക് 120 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 60 രൂപയും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയുമാണ്. ഇനി അവിടെയുള്ളൊരു ഫെസിലിറ്റിയാണ് ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ്. അതിന് റേറ്റ് വരുന്നത് മുതിർന്നവർക്ക് 240 രൂപയും കുട്ടികൾക്കും സീനിയർ സിറ്റിസണിനും 180 രൂപയുമാണ്. മാത്രമല്ല കുടിവെള്ളത്തിനുള്ള സൗകര്യവും ബാത്റൂം ഫെസിലിറ്റിയും അതേപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്ത് പോകാൻ മാത്രം ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെയുള്ള വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത ഒരു സൂ തന്നെയാണ് മൈസൂർ സൂ. ഈ സൂവിലെ കാഴ്ചകൾ ഇന്നിവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.